നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ പൊതുപണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. തീവണ്ടിയിൽ വിവിധ സ്ഥലത്തെത്തിയവർ തുടർ യാത്രയ്ക്ക് വാഹനം കിട്ടാതെ വലഞ്ഞു. എറണാകുളത്ത് KSRTC ബസ് സർവീസും തടഞ്ഞു. തിരുവനന്തപുരത്ത് പോലീസ് സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് ബസ്സുകൾക്ക് യാത്ര തുടരാൻ പോലും ആയിട്ടില്ല. ജനം എല്ലാ അർത്ഥത്തിലും വലഞ്ഞു. കേരളത്തിന് പുറത്ത് പൊതുപണിമുടക്ക് കാര്യമായ ചലനം ഉണ്ടാക്കുന്നതുമില്ല. കേരളത്തിൽ സ്വകാര്യ വാഹനം പോലും നിരത്തിലില്ല. എന്നാൽ ഡൽഹിയും മുംബൈയും ചെന്നൈയും അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ സാധാരണക്കാരുടെ ജീവിതത്തെ സമരം ബാധിച്ചിട്ടില്ല. അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് തുടങ്ങിയത്. കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. മതിയായ കാരണമില്ലാതെ ഹാജരാകാതിരുന്നാൽ ഇന്നത്തെ ശമ്പളം റദ്ദാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കി. KSRTCയിലും ഡയസ് നോണാണ്. യാത്രാ സംവിധാനം പ്രതിസന്ധിയിലായതോടെ കേരളം ബന്ദിന്റെ അവസ്ഥയിലായി. സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങുന്നില്ല. ചില ഡിപ്പോകളിൽ നിന്നും നാമമാത്ര സർവീസുകൾ നടത്തിയ KSRTC മാത്രമാണ് അപവാദം. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ വകുപ്പ് മേധാവികൾ അവധി അനുവദിക്കരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. ജീവനക്കാർക്ക് സുരക്ഷിതമായി ഓഫീസിലെത്താനുള്ള സാഹചര്യം വകുപ്പ് മേധാവികളും കളക്ടർമാരും ഉറപ്പാക്കുകയും വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും നടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പൊതുപണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകൾ നൽകുന്ന സൂചന. KSRTC ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്നുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയനുകൾ തള്ളിയിരുന്നു. പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയതാണെന്നും പറഞ്ഞു. KECBയിലും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. INTUC, CITU, AUTUC, TUCC, സേവ, AICTCC, LPF, UTUC എന്നീ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതന 26,000 രൂപയായും പെൻഷൻ 9,000 രൂപയായും നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. കർഷകർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പൊതുമേഖലാ ജീവനക്കാർ, ബാങ്കിംഗ്, ഇൻഷുറൻസ് ജീവനക്കാർ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് സംഘടനകളുടെ അവകാശവാദം. CPM, CPI തുടങ്ങിയ പാർട്ടികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ്, മാധ്യമ സ്ഥാപനം, പാൽ വിതരണം തുടങ്ങിയ അവശ്യ സർവീസുകളെ ഒഴിവാക്കി. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം, മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം, ടൂറിസം എന്നിവയും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പണിമുടക്ക് നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിക്കുകയായിരുന്നു. സർക്കാർ സ്പോൺസേഡ് പണിമുടക്ക് എന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഡയസ് നോൺ പ്രഖ്യാപിച്ചത്. ജോലിക്കെത്താത്ത ജീവനക്കാർക്ക് ഇന്ന് ശമ്പളം ഉണ്ടാവില്ല. സമരം നടക്കുന്ന ദിവസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്ന് തടഞ്ഞുവെക്കും. രോഗം, പരീക്ഷകൾ, പ്രസവം പോലുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ അവധി അനുവദിക്കില്ലെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വ്യക്തിയുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അസുഖം, ജീവനക്കാർക്കുള്ള പരീക്ഷകൾ, പ്രസവം പോലുള്ള ഒഴിവാക്കാനാകാത്ത കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അവധിയുള്ളൂ. അല്ലാത്തവർക്ക് പണിമുടക്ക് ദിവസം ഒരു തരത്തിലുള്ള അവധിയും അനുവദിക്കുന്നതല്ല എന്ന് ഉത്തരവിൽ പറയുന്നു. അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കും. സർക്കാർ സർവീസിൽ നിന്ന് അനുമതിയില്ലാതെ വിട്ടുനിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യമായ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് KSRTC മാനേജിംഗ് ഡയറക്ടറും അതത് ജില്ലാ കളക്ടർമാരും ഉറപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടെങ്കിലും ഇത് മതിയായ രീതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിമർശനം. അതേസമയം ഇന്ന് ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കുമെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC CMDയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇന്ന് നടക്കുന്ന പണിമുടക്ക് KSRTCയെ ബാധിക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകിയിട്ടില്ലെന്നുമായിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. 25 കോടിയിലധികം പേർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്.